വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ നോക്കാം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. രണ്ടാമത്തെ പ്രസ്താവന പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തൃശൂരല്ല, തിരുവനന്തപുരമാണ് കേരള പോലീസിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ കേരള പോലീസിന്റെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 4 എന്നിവ ശരി. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നു. സർദാർ സരോവർ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. തെഹ്രി ഡാം ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് തെഹ്രി ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം ശരി. ശരിയായ പ്രസ്താവനകൾ നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അദ്ദേഹത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് ആത്മവിദ്യാ കാഹളവും ശിവയോഗി വിലാസവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. അത് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തെ പറ്റി നോക്കാം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന കാരണം കോട്ടയത്ത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്നൊരു ബോർഡും അവിടെ സ്ഥാപിച്ചിരുന്നു. ഇതും എന്താണ്, സത്യാഗ്രഹത്തിന് പ്രധാനമായ ഒരു കാരണമായി. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാന്ന് ചോദിച്ചാല് ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്ന് വൈക്കത്തേക്കാണ് ജാഥ നയിച്ചത്. സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ 1 സവർണ ജാഥ ആരംഭിച്ചു. 1924 നവംബർ 12 സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30
അവസാനിച്ചത് 1925 നവംബർ 23-നുമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ നമുക്ക് രാജാറാം മോഹൻ റായിയുടെ രചനകൾ നോക്കാം. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഈ 3 രചനകളും രാജാറാം മോഹൻ റായിയുടേതാണ്. സതിഹിത ബോധിനി രചിച്ചത് വീരേശ്വര ലിംഗം പന്തലുവാണ്. സതിഹിത ബോധിനി രചിച്ചത് വീരേശ്വര ലിംഗം പന്തലുവാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.